നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം. നമ്മളിപ്പോൾ കാട്ടാക്കട മണ്ഡലത്തിലാണുള്ളത്. BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണദാസ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന മണ്ഡലമാണിത്. BJP ഏറ്റവും കൂടുതൽ സാധ്യത വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണിത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയായി ഈ PK കൃഷ്ണദാസ് ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഓരോ മത്സരത്തിനും വോട്ട് വിഹിതം കൃത്യമായി തന്നെ BJP ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാട്ടാക്കട മണ്ഡലത്തിൽ BJP വലിയ ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ പ്രതീക്ഷ എന്നത്. നമ്മോടൊപ്പം സ്ഥാനാർത്ഥി ചേരുകയാണ്. കൃഷ്ണദാസ് ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? തെരഞ്ഞെടുപ്പിൻ്റെ നിരവധി തവണ ഞങ്ങൾ വോട്ടർമാരെ കണ്ടു. നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പം നടക്കുന്നത്. വൈകുന്നേരം ഓരോ പഞ്ചായത്തിലും പദയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ്, തികഞ്ഞ വിജയവിശ്വാസമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ കാട്ടാക്കടയിൽ LDFനും UDFനും കനത്ത ഷോക്ക് നൽകിക്കൊണ്ട് BJP NDA നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ മണ്ഡലത്തിൽ വിജയിക്കും. 4ാം തവണയാണ് എനിക്ക് തോന്നുന്നു താങ്കൾ മത്സരിക്കുന്നത്. ഓരോ തവണയും വളരെ ക്രമാനുഗതമായി വോട്ട് ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6000-ഓളം വോട്ടിൻ്റെ ലീഡുണ്ടായി BJPക്ക്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPയെ 1ാം സ്ഥാനത്തെത്തിക്കാൻ കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് പ്രയാസമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. മണ്ഡലത്തിലെ വോട്ടർമാർ പ്രത്യേകിച്ച് അതായത് ഇടതുമുന്നണി അവകാശപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. കോൺഗ്രസ് അവകാശപ്പെടുന്നത് 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ്. അപ്പോൾ ഇതിനിടയിൽ BJPക്ക് വളരെ ശക്തമായ ആത്മവിശ്വാസമുണ്ടോ? ഞങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ കാലാവധി കഴിഞ്ഞു. അവരുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അവരുടെ കാലാവധി കഴിഞ്ഞ 2 പാർട്ടികളാണ് CPMഉം കോൺഗ്രസും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ മാത്രം 2 പാർട്ടികളുണ്ട്. ഏതായാലും 6 പതിറ്റാണ്ട് കാലത്തെ ഇവരുടെ ദുർഭരണത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ഈ 2 പാർട്ടികളെയും തറപറ്റിക്കും, പരാജയപ്പെടുത്തും. പരമ്പരാഗത മുന്നണികളുടെ ദയനീയമായ പതനം കേരളത്തിലുണ്ടാവും, അതേപോലെ കാട്ടാക്കടയിലുണ്ടാവും. മാത്രമല്ല, ഒരു ബദൽ ശക്തി എന്നുള്ള നിലയിൽ 11 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനവും ജനക്ഷേമ പദ്ധതികളും അത് അനുഭവിച്ചറിഞ്ഞ കേരളത്തിലെയും കാട്ടാക്കടയിലെയും ജനങ്ങൾ NDA 2 കൈയും നീട്ടി സ്വീകരിക്കും. കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു, CPMൻ്റെ കാലം കഴിഞ്ഞു. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കേരളത്തിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇല്ലാതാകും. ഒരു കോൺഗ്രസ് മുക്ത CPM മുക്ത കേരളം ഉണ്ടാകും. അതുവഴി മാത്രമേ വികസിത കേരളം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. എന്തായാലും ജനങ്ങൾ റോഡിൻ്റെ ഇരുവശത്തും താങ്കൾ അഭിവാദ്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും. നമസ്കാരം. തീർച്ചയായും കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനേകം താമരകൾ വിരിയും. അതിലൊരു താമര ഈ കാട്ടാക്കടയിലെ താമരയായിരിക്കും. എന്തായാലും അതാണ് BJPയുടെ ആത്മവിശ്വാസം എന്നത്. അതായത് കേരളത്തിലും കാട്ടാക്കടയിലും രാഷ്ട്രീയ മാറ്റമുണ്ടാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിൽ ഒന്നായി മാറുക കേന്ദ്ര പദ്ധതികളായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളും അതിലൊരു ഘടകമായി മാറുമെന്ന് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ ഹരിക്കൊപ്പം തത്വമയി ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.